കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന പേപ്പറിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ചിട്ടാണ് ഈ ഡിസ്കഷൻ ചെയ്യുന്നത്. സോ ഇൻ ദിസ് വീഡിയോ ലെറ്റ് us see some short answer questions from module 3. First question is, why homogeneous coordinates are used in computer graphics? ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് എന്നുള്ള ടോപ്പിക്കിലാണ്. ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻസിനെയാണ്: ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ്. ഈ 3 ട്രാൻസ്ഫോർമേഷൻസും സെപ്പറേറ്റ് ആയിട്ട് മെട്രിക്സ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ കാൽക്കുലേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രിക്സ് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ 3 ട്രാൻസ്ഫോർമേഷൻസും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഇക്വേഷൻ ആയിട്ട് ഒരു ജനറൽ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് P' = M1 × P + M2 എന്നുള്ളത്. ഇവിടെ P എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. അതായത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ XY കോർഡിനേറ്റ്സ്, പൊസിഷൻ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് P' യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ P എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിന്റെ ബിഫോർ ട്രാൻസ്ഫോർമേഷൻ ഉള്ള പൊസിഷൻ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ കോളം മെട്രിക്സ് കണ്ടെയ്നിങ് 2 values x and y. M1, M2 എന്നുള്ളത് രണ്ടും മെട്രിസസ് ആണ്. അത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണോ പെർഫോം ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. M1ന്റെയും M2ന്റെയും വാല്യൂ ട്രാൻസ്ലേഷനും റൊട്ടേഷനും സ്കെയിലിങ്ങിനും ഡിഫറെന്റ് ആയിരിക്കും. M1 എന്നുള്ളത് ഒരു 2x2 മെട്രിക്സ് ആണ്. M2 എന്നുള്ളത് ഒരു കോളം മെട്രിക്സ് ആണ്. സോ ഇവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെയായിരിക്കും M1ന്റെയും M2ന്റെയും വാല്യൂ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഫോർ ട്രാൻസ്ലേഷൻ M1 is an ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ, അതായത് പൊസിഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ M1 എന്നുള്ള മെട്രിക്സിന്റെ വാല്യൂ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2x2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 1 എന്നുള്ള വാല്യൂ ആയിരിക്കും M1 ഉണ്ടാവുക. M2 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് M2യുടെ വാല്യൂ വിൽ ബി ട്രാൻസ്ലേഷൻ ടേംസ്. എക്സിന്റെ വാല്യൂ എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത് അതാണ് TX റെപ്രസെന്റ് ചെയ്യുക. വൈയുടെ വാല്യൂ എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ് TY എന്നുള്ള വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മെട്രിക്സിന് നമ്മൾ ട്രാൻസ്ലേഷൻ വെക്ടർ എന്നാണ് പറയാം. സോ ഇതാണ് ട്രാൻസ്ലേഷനിൽ നടക്കുന്ന പ്രോസസ്സ്. റൊട്ടേഷന്റെ കേസിലും സ്കെയിലിംഗിന്റെ കേസിലും M2 എന്നുള്ള മെട്രിക്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ട്രാൻസ്ലേഷണൽ ടേംസ് ആയിരിക്കും. അതായത് റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എ പിവോട്ട് പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ട്രാൻസ്ലേഷണൽ ടേംസ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്കെയിലിംഗ് ഓപ്പറേഷന്റെ കേസിൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്, അതിനെയാണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുക. ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, എക്സിന്റെയും വൈയുടെയും ഡിസ്റ്റൻസ് ആണ് ട്രാൻസ്ലേഷണൽ ടേംസ് ആയിട്ട് M2ൽ റെപ്രസെന്റ് ചെയ്യുക. M1ന്റെ വാല്യൂ റൊട്ടേഷന്റെ കേസിൽ 2x2 മെട്രിക്സ് ആയിരിക്കും. അതിനെ നമ്മൾ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് അവിടെ അറിയാം. റൊട്ടേഷൻ മെട്രിക്സ് ഇവിടെ cos θ മൈനസ് sin θ cos θ എന്നുള്ളതാണ് റൊട്ടേഷൻ മെട്രിക്സ്. M1ന്റെ വാല്യൂ റൊട്ടേഷന്റെ കേസിൽ ഇതായിരിക്കും വരുന്നത്. ഇനി സ്കെയിലിംഗിന്റെ കേസിൽ അതൊരു ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. അതും 2x2 മെട്രിക്സ് തന്നെയാണ്. സ്കെയിലിംഗിന്റെ കേസിൽ വരുന്നത് Sx ആയിരിക്കും ഫസ്റ്റ് റോയിൽ വരുന്നത്. Sx0 എന്നുള്ള വാല്യൂ ആണ് ഫസ്റ്റ് റോയിൽ വരിക. S0 Sy എന്നുള്ളതാണ് സെക്കൻഡ് റോയിൽ വരിക. ഇതും ഒരു 2x2 മെട്രിക്സ് ആണ്. ഇതാണ് സ്കെയിലിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത്. So Sx and Sy are the scaling parameters in x and y direction respectively. So according to the transformation applied, the values of M1 and M2 may change. ഇവിടെ നമുക്ക് സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഒബ്ജക്റ്റിനെ തന്നെ ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഷൻസിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need different calculations and each of these calculations should be performed one step at a time. For example,
ഒരു ഒബ്ജക്റ്റ് നമുക്ക് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തതിനെ വീണ്ടും സ്കെയിൽ ചെയ്യണം. ഇങ്ങനെ 3 സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 1 by 1 ആയിട്ടാണ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആവും. കുറേ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഹോമോജീനസ് കോർഡിനേറ്റ്സിന്റെ മെയിൻ യൂസ്. അപ്പോൾ ഇവിടെ മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഈ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഫോമിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇനീഷ്യൽ കോർഡിനേറ്റ്സിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ ഈ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനുള്ള ശേഷമുള്ള ഫൈനൽ കോർഡിനേറ്റ് വാല്യൂസ് ഡയറക്ട്ലി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഒരു എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വി ക്യാൻ എലിമിനേറ്റ് ദി ഇന്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ്. ഈ ഇന്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോമോജീനസ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഹോമോജീനസ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഹോമോജീനസ് കോർഡിനേറ്റ്സ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ P' = m1 × P + m2 എന്നുള്ള ഇക്വേഷനിൽ വരുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസ് ആണ് m1. m2 എന്നുള്ളത് ട്രാൻസ്ലേഷണൽ ടേംസ് ആണ്. ഈ 2 ടേംസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് മെട്രിക്സ് ആയിരിക്കും. സോ ദാറ്റ് വി ആർ മേക്കിംഗ് ദി m1 മെട്രിക്സ്, ദാറ്റ് ഈസ് 2/2 മെട്രിക്സ് ഇൻറ്റു എ 3/3 മെട്രിക്സ്. ഇവിടെ m1 എന്നുള്ളത് 2/2 മെട്രിക്സ് ആയിരുന്നു. അതിനെ ഒരു 3/3 മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. ഈ ഒരു റെപ്രസെന്റേഷനെയാണ് ഹോമോജീനസ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 2D ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പൊസിഷൻ XY എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട്, ഇതൊരു പെയറാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പൊസിഷൻ നോർമലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക XY ടേംസിലാണ്. അതിനെ ഒരു ട്രിപ്ലെറ്റ് ആയിട്ട് മാറ്റും. ഹോമോജീനസ് കോർഡിനേറ്റ് ട്രിപ്ലെറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂസ് XH, YH ആൻഡ് H. അപ്പൊ നമുക്ക് എക്സിന്റെയും വൈയുടെയും ടേംസിലാണ് ഇത് വേണ്ടത്. സോ എക്സും XHും Hും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. X = XH/H ആൻഡ് Y = YH/H. അപ്പൊ ഇത് നമുക്ക് ഹോമോജീനസ് കോർഡിനേറ്റ് റെപ്രസെന്റേഷനിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ XHന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? X × H ആയിരിക്കും. YHന്റെ വാല്യൂ എന്നുള്ളത് Y × H ആയിരിക്കും. H ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. So H can be given any non-zero value, and for convenience of calculations we will be taking H = 1. That is, the triplet will be like this: X, Y and 1. H ന് 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രിപ്ലെറ്റ് എന്തായി മാറും? X, Y and H. സോ ഇതാണ് ഹോമോജീനസ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെയുള്ള മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. So moving on to the next question. Give the homogeneous representations of 2D transformations. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് ഇത്. ഇവിടെ നമുക്ക് ഈ ഹോമോജീനിയസ് റെപ്രസെന്റേഷൻസ് മാത്രം കൊടുത്താൽ മതി. 3 ബേസിക് ട്രാൻസ്ഫോർമേഷൻസിനുമുള്ള ഹോമോജീനിയസ് റെപ്രസെന്റേഷൻസ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കാം. സോ ഫോർ ട്രാൻസ്ലേഷന്റെ ഹോമോജീനിയസ് റെപ്രസെന്റേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. സോ ഹോമോജീനിയസ് റെപ്രസെന്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസ് ആയിട്ടാണ് എപ്പോഴും ഹോമോജീനിയസ് റെപ്രസെന്റേഷൻ വരുന്നത്. സോ ഇതാണ് നമ്മളുടെ P എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ X', Y', 1. It is a column matrix, and next comes the translation vector. So it is made into a 3/3 matrix. 2D ആദ്യമേ ഹോമോജീനിയസ് കോർഡിനേറ്റ് റെപ്രസെന്റേഷന് മുന്നേ ഉള്ള ഫോം എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ 2/2 മെട്രിക്സ് അല്ല, ട്രാൻസ്ലേഷന്റെ ടേംസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് P' = P + T എന്നുള്ളൊരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇതിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസിലാക്കി മാറ്റിയിട്ടുണ്ട് ഹോമോജീനിയസ് റെപ്രസെന്റേഷനിൽ. സോ ഇത് ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഈ ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസിൽ. P' = T × Tx, Ty × P. അപ്പോൾ T എന്ന് പറയുന്നതാണ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആൻഡ് P will be the position matrix which is represented as a column matrix. So അതാണ് ന്യൂ പൊസിഷന്റെ കോർഡിനേറ്റ് പൊസിഷൻസ് റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സ് P'.
and this is known as translation matrix. 1 0 tx 0 1 ty 0 0 1. Then x by 1 represents the original position of the object, that is denoted by p here. So this is general equation for translation. Now the next transformation, that is for rotation about origin. Origin ആണ് pivot point ആയിട്ട് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും homogeneous representation. So ഇവിടെ നമ്മൾ ചെയ്യുന്നത് p dash, ഇതിന്റെ general equation എന്ന് പറയുന്നത് p dash is equal to, p dash എന്നുള്ളത് new position ആണ്, r of theta എന്നുള്ളതാണ് rotation matrix, and p is the initial coordinates. ഇവിടെ 3/3 matrix ഫോമിലാണ് r എന്നുള്ള റൊട്ടേഷൻ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. cos theta minus sin theta 0, sin theta cos theta 0 0 0 1. ഈ മൂന്നാമത്തതാണ് നമ്മുടെ ഹോമോജീനസ് കോർഡിനേറ്റ്സിലേക്ക് വന്നപ്പോഴുള്ള അഡീഷണൽ ആയിട്ടുള്ള റോ. അതുപോലെ തന്നെ ഒരു കോളവും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. 2/2 മെട്രിക്സ് ആയിരുന്നതിനെ 3/3 മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് കംസ് ദി സ്കെയിലിംഗ്. സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ റിലേറ്റീവ് ടു origin. അതിലും 3/3 മെട്രിക്സ് ഫോമിലാണ് സ്കെയിലിംഗ് പാരാമീറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. p dash is same as before, that is x dash y dash 1, and this matrix, this 3/3 matrix is known as scaling vector or scaling matrix. sx 0 0 0 sy 0 0 0 1, and it can be simply denoted as p dash is equal to s into sx sy dot p. ഇവിടെ sx and sy എന്നുള്ളതാണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ്. റൊട്ടേഷന്റെ കേസിൽ വരുമ്പോൾ തീറ്റയാണ്, ട്രാൻസ്ലേഷന്റെ കേസിൽ വരുമ്പോൾ tx ty എന്നുള്ളതാണ് പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഹോമോജീനസ് റെപ്രസെന്റേഷൻ ഓഫ് 2D ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, what are the different basic transformations? So we have already mentioned that basic transformations are translation, rotation and scaling. Just translation എന്താണ്, rotation എന്താണ്, scaling എന്താണെന്നും കൂടിയുള്ള definition ഇവിടെ include ചെയ്യാം. So translation means a translation is applied to an object by repositioning it along a straight line path from one coordinate location to another. So translation means changing the position of an object from one position to another along a straight line path. So this is shown here. ഇവിടെ p എന്നുള്ള ഒരു പോയിന്റിനെ p dash എന്നുള്ള ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിനെ പുതിയൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാണ് along a straight line path. ആ പാത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു പുതിയ പോയിന്റിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റിന് ചേഞ്ച് ഒന്നും വരില്ല, ഒബ്ജക്റ്റിന്റെ ഷേപ്പിന് ചേഞ്ച് ഒന്നും വരില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബേസിക് ട്രാൻസ്ഫോർമേഷൻ ഇസ് റൊട്ടേഷൻ. Rotation is applied to an object by repositioning it along a circular path in the xy plane. Rotation എന്ന് പറയുന്നത് ഒരു റീപൊസിഷനിങ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് അലോങ് എ സർക്കുലർ പാത്ത്. ട്രാൻസ്ലേഷന്റെ കേസിൽ റീപൊസിഷനിങ് പെർഫോം ചെയ്തത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, പക്ഷേ ഇവിടെ ഒരു സർക്കുലർ പാത്താണ്, അതായത് ഓറിയന്റേഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് ചേഞ്ച് ആവുന്നത്. ആൻഡ് ടു ജനറേറ്റ് എ റൊട്ടേഷൻ we specify a rotation angle theta. എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആൻഡ് പൊസിഷൻ XR YR ഓഫ് ദി റൊട്ടേഷൻ പോയിന്റ്, ഒരു ഫിക്സ്ഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത്. ആ ഫിക്സ്ഡ് പോയിന്റിനെയാണ് റൊട്ടേഷൻ പോയിന്റ് അല്ലെങ്കിൽ പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദി ഫിഗർ ഓഫ് റൊട്ടേഷൻ. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പോയിന്റ് ആണ് പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പിവറ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്നുള്ളത് XR YR ആണ്. XR YR വെച്ചിട്ടാണ് പിവറ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഹോമോജീനസ് കോർഡിനേറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. ഇവിടെ P എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ട്രയാങ്കുലർ ഒബ്ജക്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത്, ഈ ഒബ്ജക്റ്റിനെ ഈ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്തു അലോങ് എ സർക്കുലർ പാത്ത് തീറ്റ. ഈ ഒരു ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് തീറ്റ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് നോൺ ആസ് റൊട്ടേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബേസിക് ട്രാൻസ്ഫോർമേഷൻ ഇസ് സ്കെയിലിംഗ്. Scaling
transformation is used to alter the size of an object. ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഈ ഫിഗറിൽ. ഈ ഒരു ലൈനിനെ ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ അത് സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാവാം. ഈ ഒരു ഒബ്ജക്റ്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഈ എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ള ഫിഗറിനനുസരിച്ചിട്ട് ഈ ഒരു ലൈൻ സെഗ്മെന്റിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് പോയിന്റിന് റിലേറ്റീവ് ആയിട്ടാണ്. ആ ഫിക്സ്ഡ് പോയിന്റിനെയാണ് നമ്മൾ XF YF എന്നുള്ള കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. Next question is explain reflection. Reflection is also another type of transformation. Reflection is a transformation that produces a mirror image of an object. ഒരു ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയാം. സോ മിറർ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്സിസ് ഓഫ് റിഫ്ലക്ഷൻ യൂസ് ചെയ്യും. ആക്സിസ് ഓഫ് റിഫ്ലക്ഷന് റിലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മിറർ ഇമേജ് ക്യാൻ ബി ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ റൊട്ടേറ്റിംഗ് ദ ഒബ്ജക്ട് 180 ഡിഗ്രി അബൌട്ട് ദി റിഫ്ലക്ഷൻ ആക്സിസ്. മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താലും മതിയാവും അബൌട്ട് എ റിഫ്ലക്ഷൻ ആക്സിസ്. ആക്സിസ് ഓഫ് റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് മിറർ ഇമേജ്. ആ മിറർ ഇമേജ് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെന്റ് എന്തിനെ ബേസ് ചെയ്താണ് റിഫ്ലക്ഷൻ ആക്സിസ് ആയിട്ട് എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ടൈപ്പ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. So here you can see this is the original position. ഇതാണ് ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ പൊസിഷൻ. 1, 2, 3 എന്നുള്ള വെർട്ടിസസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ആണ് മിറർ ഇമേജ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതാണ് റിഫ്ലക്റ്റഡ് ഇമേജ് എന്ന് പറയുന്നത്. 1', 2', 3' എന്നുള്ള ഇമേജ് ആണ് റിഫ്ലക്റ്റഡ് ഇമേജ്. സോ ദിസ് ഇസ് ദി റിഫ്ലക്ഷൻ. സോ ദ ഡിഫറെന്റ് കേസസ് ഓഫ് റിഫ്ലക്ഷൻ ആർ based on the reflection axis. So if the reflection axis is x-axis, then you can say that it is the reflection about x-axis. If the axis of reflection is y-axis, then the reflection is carried out about y-axis. Then comes reflection about origin. Now the next case is reflection about any point in the xy plane. റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദി ലൈൻ y is equal to x. ഇതൊക്കെ റിഫ്ലക്ഷന്റെ തന്നെ ഡിഫറെന്റ് കേസസ് ആണ്. ഏതാണോ റിഫ്ലക്ഷൻ ആക്സിസ് ആയിട്ട് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡിഫറെന്റ് കേസസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ഷിയർ ട്രാൻസ്ഫോർമേഷൻ. ഷിയർ എന്നുള്ളതും വേറൊരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. A transformation that distorts the shape of an object such that the transformed shape appears as if the object were composed of internal layers that had been caused to slide over each other is called a shear. ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ഡിസ്റ്റോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഷിയർ പെർഫോം ചെയ്യുന്നത്. അത് അപ്പിയർ ചെയ്യുന്നത്, അതായത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് അപ്പിയർ ചെയ്യുന്നത് കുറെ ഇന്റേണൽ ലെയേഴ്സ് കൊണ്ടാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഫോമിലാണ് അതിന്റെ ഒരു അപ്പിയറൻസ് വരിക. അതിനെയാണ് ഷിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ 2 ടൈപ്സ് ആണുള്ളത്. 2 types of shearing transformations are there. Based on which the transformation is performed. So first one is x direction shear relative to x-axis. X-axis in relative ആയിട്ടാണ് shear transformation perform ചെയ്യുന്നതെങ്കിൽ it is known as x direction shear relative to x-axis or simply x direction shear. If shear transformation is performed relative to y-axis, then it is known as y direction shear. സോ ഇതിൽ ഇവിടെ ഒരു എക്സ് ഡയറക്ഷൻ ഷിയർ ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതായിരുന്നു ഇനീഷ്യൽ ഒബ്ജക്റ്റ്. ഒരു റെക്ടാങ്കുലർ ഫിഗർ ആയിരുന്നു ഇനീഷ്യലി ഈ ഒബ്ജക്റ്റ്. ഷിയർ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്തതിന് ശേഷമുള്ള ഒബ്ജക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഒരു റോംബസോ അല്ലെങ്കിൽ ഒരു പാരലോഗ്രാമോ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇതാണ് ഷിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഒരു എക്സാമ്പിൾ ആണ്. എക്സ് ഡയറക്ഷൻ ഷിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ഫിക്സ്ഡ് പോയിന്റ് സ്കെയിലിംഗ്.
Scaling എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ കണ്ടു നേരത്തെ ക്വസ്റ്റ്യനിൽ. Scaling is a transformation which changes the size of an object. So scaling is performed relative to a point which is known as fixed point. And fixed point എന്നുള്ളത് represent ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത് XF and YF ആണ്. ഒരു ഗ്രാഫിക് പാക്കേജിൽ ഈ ബേസിക് ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് പാക്കേജിൽ സ്കെയിലിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അത് കോർഡിനേറ്റ് ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും ചില സമയത്ത് ഉണ്ടാവുക. ആ ഒരു ഗ്രാഫിക് പാക്കേജിൽ സ്കെയിലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് പോയിന്റ്, അതായത് ഫിക്സ്ഡ് പോയിന്റ് എന്നുള്ളത് ഒറിജിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സ്കെയിലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഒബ്ജക്റ്റ് ലൈ ചെയ്യുന്നത് മറ്റൊരു പോയിന്റിലാണെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് അവിടെ ഇൻവോൾവ് ചെയ്യും. കുറച്ച് സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷമാണ് ഈ ഫിക്സ്ഡ് പോയിന്റ് സ്കെയിലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ട സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ട്രാൻസ്ലേറ്റ് ഒബ്ജക്റ്റ് സോ ദാറ്റ് ദി ഫിക്സ്ഡ് പോയിന്റ് കോയിൻസൈഡ് വിത്ത് ദി കോർഡിനേറ്റ് ഒറിജിൻ. ആദ്യമേ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ എയിം, സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പക്ഷേ ഈ ഗ്രാഫിക് പാക്കേജിൽ സ്കെയിലിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ഒറിജിൻ ആയിരിക്കണം. ഫിക്സ്ഡ് പൊസിഷൻ കോർഡിനേറ്റ് ഒറിജിൻ ആണെങ്കിൽ മാത്രമാണ് സ്കെയിലിംഗ് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ആദ്യമേ തന്നെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ റെഫറൻസ് പോയിന്റ് ഫിക്സ്ഡ് പോയിന്റ് ഒറിജിൻ ആയിട്ട് മാറുന്നത് പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം ഇപ്പം ഒറിജിൻ ആണ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ദി കോർഡിനേറ്റ് ഒറിജിൻ. ദെൻ ദി തേർഡ് സ്റ്റെപ്പ് ഇസ് യൂസ് ദി ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ ഓഫ് സ്റ്റെപ്പ് 1 ടു റിട്ടേൺ ദി ഒബ്ജക്ട് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സോ ഇവിടെ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഈ ഡിഫറെന്റ് സീക്വൻസസ് കാണാൻ പറ്റും. സോ ഒറിജിനൽ ഒബ്ജക്റ്റ് ഇവിടെയാണ് ലൈ ചെയ്യുന്നത്. ഈ പോയിന്റ് XF YF എന്നുള്ള പോയിന്റ് ഇവിടെയാണ് ലൈ ചെയ്യുന്നത്. സോ ഈ പോയിന്റ് ആദ്യമേ തന്നെ ഒറിജിനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ട്രാൻസ്ലേഷൻ ഓഫ് ഒബ്ജക്റ്റ് സോ ദാറ്റ് ദി ഫിക്സ്ഡ് പോയിന്റ് കോയിൻസൈഡ്സ് വിത്ത് ദി ഒറിജിൻ. ഫിക്സ്ഡ് പോയിന്റ്, ഇവിടെയുള്ള ഫിക്സ്ഡ് പോയിന്റ് ഒറിജിനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത്രയും പൊസിഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഒറിജിനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാക്കേജിൽ ഇവിടെ വെച്ച് സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. സോ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു സ്കെയിൽ ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. ഇവിടെ ഇതിന്റെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സൈസ്, ഇത് ആക്ച്വൽ ഒബ്ജക്റ്റ് ഇവിടെയാണ് ലൈ ചെയ്യുന്നത്, അപ്പൊ അവിടെ തന്നെ ആയിരിക്കണം അതിന്റെ ലൊക്കേഷൻ ഉണ്ടാവേണ്ടത്. സോ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഇതേ പോയിന്റിലേക്ക് തന്നെ റീട്രാൻസ്ലേറ്റ് ചെയ്യാം. സെയിം ഡിസ്റ്റൻസ് തന്നെ തിരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം, അതായത് തിരിച്ചിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് അപ്പോൾ ഈ പോയിന്റ് രണ്ടും ആദ്യം ഉണ്ടായിരുന്ന അതേ പോയിന്റ് തന്നെയായിരിക്കും XF YF എന്നുള്ള പോയിന്റ്. പക്ഷെ ഒബ്ജക്റ്റ് ഇവിടെ സ്കെയിൽഡ് ആയിട്ടുണ്ട്, ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവുക. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഫിക്സ്ഡ് പോയിന്റ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ ദി റെപ്രസെന്റേഷൻ മെട്രിക്സ് ഫോം ഇസ് given as 1 0 XR 0 1 YR 0 0 1. ഈ ഫസ്റ്റ് മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ട്രാൻസ്ലേഷനെയാണ്. ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഒറിജിനിലേക്ക്. ദെൻ ഒറിജിനിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ എന്ത് ചെയ്യാണ്, സ്കെയിൽ ചെയ്യാണ്. സ്കെയിലിംഗ് ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് ഇൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ റിവേഴ്സ് ട്രാൻസ്ലേഷൻ. അതുകൊണ്ടാണ് ഇവിടെ -XR എന്നുള്ള ടേംസും അതുപോലെ തന്നെ -YR എന്നുള്ള ടേമും യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, XR YRന്റെ വാല്യൂ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിച്ചുള്ള ട്രാൻസ്ലേഷൻ നടക്കുക. സോ ദിസ് ഇസ് നോൺ ആസ് റിവേഴ്സ് ട്രാൻസ്ലേഷൻ. So it can be represented as T of XF YF into S of SX SY into T of -XF -YF, or it can be simply represented as S of XF YF XR YR, or XF YF, sorry, XF YF. So this is known as fixed point scale.
സോ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു.